ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്ക് കുറച്ച് കൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. എല്ലാതാ തട്ടിക്കൂട്ടിയിടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശരിക്കും നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ ഡേ മൈ ലൈഫ് നല്ല പണിയുള്ള ദിവസമാണ്. സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ 20-ആം തീയതിക്ക് ചെയ്ത് കൊടുക്കാനുള്ള വർക്കുണ്ട്. 16-ആം തീയതിയായി. അപ്പോൾ ഇന്ന് തുടങ്ങിയാലേ 20-ആം തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഇക്കും കുട്ടികളൊക്കെ കഴിച്ചിട്ട് പോയി, സ്കൂളിലേക്ക് പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പണികളൊന്നും തീർന്നിട്ടില്ല, ഒന്നും ചെയ്തില്ല. രാവിലത്തെ നാഷ്ടപ്പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മീൻ വന്നപ്പോൾ മീൻ വാങ്ങി, മത്തി വാങ്ങി, കടലക്കറി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് മരുന്നും കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് സ്റ്റിച്ചിങ് എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പോകണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ മൈ ലൈഫ് നോക്കിയാലോ. എങ്ങനെയുണ്ട് നൂൽപുട്ട് കടലക്കറി? എങ്ങനെയുണ്ട് പൈസ നൂൽപുട്ടും കടലക്കറിയും? ഇഷ്ടമായ? സൂപ്പർ സൂപ്പർ. കടലക്കറി നൂൽപുട്ട് നന്നായിട്ടുണ്ട്. നൂൽപുട്ടും കടലക്കറി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ. ഇക്കാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികൾ അത് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. ചോറ് വേണം, ഉപ്പേരി വേണമെന്നൊന്നുമില്ല. നാഷ്ട ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കഴിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ബീട്രൂട്ട് 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജ്യൂസ് അടിക്കാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ സമയം 11:30 അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വിചാരിക്കണം. പിന്നെ അടിച്ചിട്ട് വരാം. അപ്പോൾ ഒരു ഗ്ലാസ് പാലൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ജ്യൂസ് ആയിട്ടുണ്ട്. പാൽ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒട്ടും ഇട്ടിട്ടില്ലേ ഞാനിതിൽ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. വലിയ ടേസ്റ്റൊന്നുമില്ല, എങ്കിലും മയ പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിച്ച് വേണമെങ്കിൽ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പതുക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ടൈം എടുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്, ഇനി പണിയൊക്കെ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ കട്ടൻ ചായയോ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഇതാണ് കുടിക്കുന്നത്. ഇത് കുടിക്കാൻ തന്നെ എനിക്ക് പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഇത് ഫുള്ളായി കുടിക്കണം. എന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ, മത്തി വാങ്ങിയിട്ടുണ്ട്, ഇനി മത്തി നന്നാക്കാൻ പോകണം, കറി വെക്കണം, പിന്നെ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയും കഷ്ടപ്പെട്ട് മെല്ലെ കുടിക്കട്ടെ. ഞാൻ കുടിച്ച് പകുതിയാക്കിയിട്ടുണ്ട്. എനിക്ക് സഹായിക്കണില്ല ഗ്യാസ് കുടിക്കാൻ. ഞാൻ വിചാരിക്കണു മീനൊക്കെ നന്നാക്കിയിട്ട് വന്നിട്ട് ബാക്കി കുടിക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഈശയാവുമ്പോൾ നമുക്ക് ഒന്നായിട്ട് കുടിക്കാൻ സഹായിക്കുന്നില്ല. ഞാൻ മീൻ നന്നാക്കാൻ പോട്ടെ. ഇത്ര കുടിച്ചു. ഞാൻ മീൻ നന്നാക്കിയിട്ട് വരാം. കുറച്ച് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നടക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു താത്ത തന്നതാണ്.
മോനൊക്കെ നല്ല പരിചയമുള്ളവരാണ്, അപ്പോൾ എനിക്ക് തന്നാണ്. നന്നാക്കാൻ പോകണം. മത്തി മത്തിക്ക് വില കൂടി. കിലോ 80 എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ 1 കിലോ 100 ആയിട്ടുണ്ട്. കുഞ്ഞ മത്തി, അതേ മത്തി തന്നെയാണ്. എത്ര ദിവസം വില ഉണ്ടായിരുന്നില്ല, ഇന്ന് മുതൽ വില കൂടിയിട്ടുണ്ട് മത്തിക്ക്. മീൻകാരൻ പറയണേ, മത്തിക്ക് വില കുറഞ്ഞപ്പോൾ ഒരാൾക്കും വേണ്ട, മത്തിക്ക് വില കൂടിയപ്പോൾ എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഈ മത്തിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ കാലമായി ഞാൻ ഈ യൂട്യൂബിൽ ഒന്ന് രക്ഷപ്പെടണം വിചാരിക്കണം. ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്, ഒന്ന് രക്ഷപ്പെടുത്തുമോ. പിന്നെ എൻ്റെ 7-ാം മാസം കഴിയുന്ന മുമ്പ് ഒരു 2000 സബ്സ്ക്രൈബർ എങ്കിലും ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി എനിക്കൊരു 2000 സബ്സ്ക്രൈബർ ആവാൻ കുറച്ചുകൂടി വേണം. അപ്പം നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ എനിക്കൊരു 2000 സബ്സ്ക്രൈബർ ആക്കി തരുമോ. എനിക്കൊരു കേക്ക് സെലിബ്രേഷൻ ചെയ്യാനാണ്. 2000 സബ്സ്ക്രൈബറിന് ആയിട്ട് വേണം ഞാൻ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 1000 സബ്സ്ക്രൈബറിന് സെലിബ്രേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമുക്കങ്ങനെ വെറുതെ സെലിബ്രേഷനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, 7-ാം മാസം കഴിയുന്ന മുമ്പെങ്കിലും 2000 സബ്സ്ക്രൈബർ ആവാനും, പിന്നെ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു കേക്കൊക്കെ മുറിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെയൊന്നും ചെറുങ്ങനെ പോകണുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, ഇഷ്ടമല്ല എന്നിട്ടാണോ നിങ്ങൾ ഓരോരുത്തരും കാണപ്പില്ലേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ടൊന്നും കണ്ട എൻ്റെ വാച്ച് ഹവേഴ്സ് എനിക്ക് കൂടും കേട്ടോ. എൻ്റെ വാച്ച് ഹവേഴ്സൊക്കെ പോയി കിടക്കുകയാണ് ഇപ്പോൾ. ഞാൻ കുറച്ച് ദിവസം ഇടാണ്ടാവുമ്പോൾ വാച്ച് ഹവേഴ്സ് കുറയാണ്, സബ്സ്ക്രൈബർ കുറയാണ്. അപ്പം ഞാൻ വീണ്ടും തുടങ്ങിയത് കേട്ടോ. നമ്മൾ തുടങ്ങിപ്പിക്കും നമ്മളെ പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരും, ഭയങ്കര വിഷമിപ്പിക്കും. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാവും, നിർത്തും ഒക്കെ ചെയ്യും. ഒരാളാണ് കേട്ടോ, എനിക്കറിയാം ആളാരാന്നൊക്കെ അറിയാം. ഭയങ്കര സ്നേഹമാണ് കേട്ടോ നേരിട്ട് കണ്ട. പക്ഷെ നമുക്ക് മെസ്സേജിലൂടെ നമ്മളെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പം അവർക്ക് അവരാരാന്ന് നമുക്ക് അറിയില്ല എന്നാണ് എനിക്കറിയാം, ആളാരാന്നൊക്കെ അറിയാം കേട്ടോ. പക്ഷെ ഞാൻ അതിനൊന്നും പറയൊന്നുമില്ല. അതിൻ്റെ സ്വഭാവമല്ലേ അതായിക്കോട്ടെ വിചാരിച്ചു. കാരണം എന്താ അറിയാൻ കാരണം തന്നെ ഫസ്റ്റ് ഇവരിങ്ങനെ എനിക്ക് മോശമായിട്ട് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നാണമില്ലേ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ എന്താ വെച്ചെന്നറിയാം, ഞാൻ ഒരു ദിവസം അതിൻ്റെ ആരാന്നറിയാൻ വേണ്ടി ഉള്ളിൽ പോയി നോക്കി. നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവൻ്റെ DP നോക്കുമല്ലോ ഉള്ളിൽ കയറിയിട്ട്. നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എന്നെ കണ്ട റായ്ത്തത്താവിട്ട് ഓടി വരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ആള് ഭയങ്കര കുടുംബത്തിലെ ഭയങ്കര പ്രശ്നക്കാരിയാണ്. കുടുംബമായിട്ട് ഒരു ബന്ധുവില്ല, വീട്ടുകാരനെയും കൂടപ്പറപ്പിനെയും കെട്ടിനൊക്കെ വെറുപ്പിച്ചിട്ട് കൊല്ലുന്ന ആളാണ്. പക്ഷെ പുറമേ ഭയങ്കര സ്നേഹമാണ്, വായി നിറയെ വിളിക്കല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയാണ്. നമ്മളെ കെട്ടിച്ചിട്ട് കൊണ്ടുവന്നാണ് അതിനെ. അപ്പോൾ അറിയാം ഭയങ്കര കുശുമ്പിയാണ്, ഭയങ്കര സാധനമെന്നൊക്കെ അറിയാം.
പക്ഷെ നമ്മളത് ആരാണ് എന്താണ് അല്ലെങ്കിൽ അത് ചോദിക്കാനൊന്നും പറയില്ല. നമുക്ക് ആർക്കും ഇഷ്ടമുള്ളത് വീഡിയോയിൽ പറയാമല്ലോ. പക്ഷെ നേരിട്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, നല്ല സ്നേഹമാണ്. ഞാനിത് പറയണമെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിഷമമുള്ളതുകൊണ്ടാണ് കേട്ടോ പറയണത്. ഞാൻ ഇപ്പോഴും ആരാന്നൊന്നും പറയണില്ല, പക്ഷെ അത് ഒരാളറിയാം. അപ്പം ഞാൻ അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് വിട്ടു. നമ്മൾ ബ്ലോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വേറൊരു അക്കൗണ്ട് ഇടും. എന്നിട്ട് ആ അക്കൗണ്ടിൽ പിന്നെയും വന്നിട്ട് പറയും. അങ്ങനെ ഞാൻ നിർത്തി. എനിക്ക് സങ്കടം, വിഷമം. നമ്മുടെ വീഡിയോ കാണുന്ന ഇപ്പോൾ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും കാണുന്നുണ്ട്, അത്തയാണെങ്കിലും കാണുന്നുണ്ട്, കൂടെ പിറപ്പിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇക്കടെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയാണെങ്കിൽ ഇപ്പം അത്താടെ ഫാമിലിയാണൊക്കെ അവർ നല്ല സപ്പോർട്ട് പറയുന്നുണ്ട് കേട്ടോ. നല്ല വീഡിയോ ആണ് നീട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ എന്നെ ആരും നേരിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ് പറയുന്നത്. ഇപ്പം ഇക്കാനോട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പറയുന്നത്. നന്നായി ചെയ്യുന്നുണ്ട് നീ വീഡിയോ, നന്നായി ചെയ്യുന്നുണ്ട്, ഭാവി ചെയ്യട്ടോ, ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീഡിയോ ചെയ്യിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പോൾ ആരും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ കമൻറ്റ് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ വിഷമാവില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് വിടും. പിന്നെ കുറേ എന്തെങ്കിലും ഇടാണ്ടിരിക്കും അങ്ങനെ. അപ്പോൾ പിന്നെയും തുടങ്ങി ഞാൻ. പിന്നെ എനിക്കൊരു 2 ദിവസം വെറും ഓരോന്നും പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്തു. ഇപ്പം ഇന്നലെ തൊട്ടിട്ട് വേറെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വന്നിരിക്കുക. അപ്പോൾ അതും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലെങ്ത്തൊക്കെ വീഡിയോ ഇപ്പം തന്നെ കൂടണം. ഇതൊക്കെ പറയാൻ നിന്ന് എൻ്റെ വീഡിയോ കൂടും. കാരണം ആകെ 1.5 GB ഉള്ളൂ. ആ 1.5 GB 10 മിനിറ്റ് വീഡിയോ ഇട്ടാൽ 1.5 GB കഴിയുന്നു. പിന്നെ വേറെ ഒന്നും ഫോൺ നോക്കാൻ പറ്റൂല. കുറേ ദിവസമായിട്ട് അങ്ങനെയാണ്. ഞാൻ മാക്സിമം എൻ്റെ വീഡിയോ കുറച്ചിട്ട് ഇടാൻ നോക്കുകയാണ്. ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ ഒന്ന് വളരും, ചാനലൊക്കെ ഒന്ന് വളർന്നാൽ മതി. നമ്മളൊക്കെ ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ആവുമ്പോൾ ഈ ചാനൽ ഇങ്ങനെ ആൾക്കാർ കാണുന്നതും ലൈക്ക് ചെയ്യുമ്പോഴും അവർ നന്നായി പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനേ നിർത്തട്ടെ ഇവിടെ, ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ ലെങ്തായി പോകും. മത്തി നേരാക്കി കഴിയുമ്പോഴേക്ക് തന്നെ സമയം 1/2 മണിക്കൂർ വേണ്ടി വരും. തേങ്ങ അരച്ചിട്ട് കുറച്ച് കറിയും വെക്കാം, വറുക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ മീൻ കറിയും മീൻ പൊരിക്കലും മീൻ കറിയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി വേഗം ചെയ്യണം. അപ്പോൾ ജ്യൂസൊക്കെ കംപ്ലീറ്റ് കുടിച്ചു കേട്ടോ. മീൻ നന്നാക്കി കഴിഞ്ഞത് വേഗം ജ്യൂസ് കംപ്ലീറ്റ് കുടിച്ചു കഴുകാനിട്ടു. ഇനി വേഗം മീൻ കറിയും വെക്കണം. മീൻ പൊരിച്ചും കഴിഞ്ഞാൽ ഇന്നത്തെ അടുക്കളപ്പണി കഴിഞ്ഞു. അടിച്ച് വാരിയിട്ടില്ല, ഞാൻ അടിച്ചിട്ട് വാരാണ്ട് കുറച്ച് തുണി കൂടി മടക്കാണ്ട്, അത് കഴിഞ്ഞാൽ അടുക്കളപ്പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ മീൻ പൊരിച്ച് കഴിഞ്ഞു, മീൻ കറിയും വെച്ച് കഴിഞ്ഞു. ഇതാട്ടാ മീൻ കറി വെച്ചതിന് തേങ്ങ അരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. രാവിലെ തൊട്ട് ഉച്ചയ്ക്കുള്ളവരെ പണിയാണ് ഇപ്പോൾ കാണിച്ചത്. അതിൻ്റെ ഇടയിൽ മീൻ കറിയാണ് മുമ്പ് ഞാൻ അടിച്ചു വരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. 4 പാത്രം കൂടി ഉണ്ട് ഇപ്പോൾ കഴുകാൻ. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. ഞാൻ കുളിക്കുക, നിസ്കരിക്കുക, ഓതുക, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, അതിനെ പറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.